ഓം ശാന്തി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ജനുവരി 18 ബ്രഹ്മകുമാരി ശിഷ്യരീയ വിശ്വവിദ്യാലയത്തിൻ്റെ സ്ഥാപക ഗുരുവായ ദാദാ ലേഖരാജ്, പിന്നീട് ബ്രഹ്മബാബ എന്ന നാമത്തിൽ അറിയപ്പെട്ട ബ്രഹ്മബാബയുടെ സ്മൃതി ദിനമാണ്. ഓരോരുത്തരുടെ ഉള്ളിലും ദൈവികത, ആത്മബോധം, ദൈവിക ഗുണങ്ങൾ, ദൈവിക ശക്തികൾ നിറച്ച് തന്ന് ഒരു ജീവിതം തന്നെ ദൈവിക കലയിലൂടെ ജീവിക്കാൻ പഠിപ്പിച്ച ഈ പ്രസ്ഥാനത്തിൻ്റെ അടിത്തറയിടാൻ കഴിഞ്ഞ ആ ബ്രഹ്മബാബയുടെ ഓർമ്മദിനം. ഈ ദിവസത്തിൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് വളരെയധികം സ്നേഹത്തോടു കൂടിയും ബഹുമാനത്തോടു കൂടിയും നന്ദിയോടുകൂടിയും ആ ബ്രഹ്മബാബ എന്ന ഒരു സാധാരണ കുടുംബസ്ഥനായ കൃപാലിനി കുടുംബത്തിലെ ബ്രാഹ്മണ കുടുംബത്തിലെ അംഗം, 67 വയസ്സ് പ്രായമായ സമയത്താണ് അദ്ദേഹത്തിന് ഈ സുബോധം കിട്ടിയത്. അന്നു മുതൽ അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതവും കുടുംബാംഗങ്ങളും എല്ലാവരും ആത്മീയ വിദ്യാലയത്തിൻ്റെ അടിത്തറയിടുകയായിരുന്നു. 400ഓളം കുട്ടികൾക്ക് ആത്മീയമായൊരു വിദ്യാലയം. കാരണം ഈശ്വരീയത എന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ മാത്രമുള്ളതല്ല, നമ്മളായിത്തീരാനാണ്. നമ്മൾ ഈ ശരീരമാണ്, പക്ഷേ ഈ ശരീരത്തിനെ പ്രവർത്തിക്കുന്ന ആത്മചൈതന്യത്തെ മനസ്സിലാക്കാത്തോടത്തോളം കാലം ആത്മാവിലെ ഗുണങ്ങളും ശക്തികളും നമ്മുടെ ഉള്ളിൽ നിഴലിക്കുകയില്ല. അഥവാ ഈ കലിയുഗത്തിൻ്റെ അവസാനത്തിൽ ഈ സമയത്തെങ്കിലും നമുക്ക് തൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ച വേണമെങ്കിൽ, ജീവിതം സഫലമാകണമെങ്കിൽ, ജീവിതം മൂല്യവത്തായി ഈ ഭൂമിയിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാനുണ്ടോ ആ കർത്തവ്യങ്ങളെല്ലാം ദൈവിക ഗുണങ്ങളോട് കൂടി ചെയ്താൽ, ആസുരീയത മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് പുണ്യങ്ങൾ നിറച്ച് അടുത്തൊരു ജന്മം ലക്ഷ്മി നാരായണ കുലത്തിൽ. കാരണം അറിയാം, നമുക്കെല്ലാം ആദിയുഗം സത്യയുഗമാണ്. സത്യയുഗത്തിൽ ദേവീ ദേവതാ കാലമാണ്. ഈ കലിയുഗം കഴിഞ്ഞാൽ സത്യയുഗം വരും. കുട്ടികളെ, നിങ്ങളെല്ലാവരും തയ്യാറാവൂ. ബ്രഹ്മബാബയുടെ ഉള്ളിലും ഞാൻ ആത്മാവാണ്, ഞാൻ നാരായണ കുലത്തിലെയാണ്. നമ്മുടെ വിശ്വവിദ്യാലയത്തിൻ്റെ ഈ ചിഹ്നം തന്നെ നമ്മളെല്ലാവരും ഓം ശാന്തിയായാൽ ഈ ലക്ഷ്മി നാരായണ കുലത്തിലേക്ക് പോകാം. നമ്മുടെ ഉള്ളിൽ ലക്ഷ്മി ഭാവവും നാരായണ ഭാവവും ഗൃഹസ്ഥാശ്രമവും, ഒരിക്കലും ഒരു ഗൃഹം വിട്ടുപോയി തൻ്റെ ഗൃഹത്തിലെ തനിക്ക് ഏതെല്ലാം കർത്തവ്യങ്ങളാണോ കർമ്മങ്ങളാണോ അത് ചെയ്യുന്നത് ശ്രേഷ്ഠതയോടുകൂടി, തൻ്റെ കൂടെ ജീവിക്കുന്നവരെ എല്ലാവരെയും ഈശ്വരീയ സന്താനങ്ങളായി കാണാം. അത് ഭാര്യയാവാം, ഭർത്താവാവാം, അമ്മയാവാം, കുട്ടികളാവാം, അച്ഛനാവാം, എന്തെല്ലാം ബന്ധുമിത്രാദികളാണെങ്കിലും എൻ്റെ ഈ ജീവിതം സഫലമാക്കാൻ ഈശ്വരൻ എന്ന ആ പരമപിതാവ് തന്ന ബന്ധങ്ങളായി കണ്ടാൽ ആ ഓരോ ബന്ധത്തിലും നമുക്ക് പ്യൂരിറ്റി അനുഭവിക്കാൻ പറ്റും. ഓരോ ആ ബന്ധങ്ങളും നമ്മൾക്ക് പവിത്രമായൊരു സ്നേഹത്തിൻ്റെ നിറകുടമായി മാറ്റാൻ പറ്റും. അവരോടൊത്ത് ജീവിക്കുന്നതാണ് എൻ്റെ സന്തോഷം. ഈ സമൂഹത്തിൽ എല്ലാവരും ഉള്ളവരും ഒരു ജന്മത്തിൽ അല്ലെങ്കിൽ വേറൊരു ജന്മത്തിൽ എൻ്റെ തന്നെ ശരീരത്തിൻ്റെ ബന്ധവും കൂടിയുള്ള ഒരു കുടുംബജീവിതത്തിലെ അംഗങ്ങൾ തന്നെയാണ്. നമുക്ക് ഇന്ന് ശരീരം കാണുമ്പോൾ നമുക്ക് തിരിച്ചറിയണില്ലെങ്കിലും ധ്യാനാവസ്ഥയിലിരിക്കുമ്പോൾ നമ്മൾ ആത്മസംഭാഷണം ചെയ്യാൻ പഠിച്ചാൽ ഓരോ ആത്മാക്കളായിട്ടും നമുക്ക് ബന്ധമുള്ളതായി നമുക്ക് കാണാം. അവരെയാണ് ഞാൻ രാവിലെ ആവുമ്പോൾ ഈ സമൂഹത്തിലെ അംഗങ്ങളായിട്ടാണ് കാണുന്നത്, പുറത്തുള്ളവരായിട്ടാണ് കാണുന്നത്. എങ്കിലും എൻ്റെ ആത്മമിത്രങ്ങളാണ്, എൻ്റെ ആത്മസഹോദരി സഹോദരങ്ങളാണ്. ഈ വലിയൊരു പൈതൃകം തന്നെയല്ലേ ഭാരതത്തിൻ്റെ. പക്ഷേ എന്തുകൊണ്ടാണ് ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്? സത്യത്തിൽ ഈ ലോകത്തിലെ എല്ലാവരും എൻ്റെ സഹോദരി സഹോദരങ്ങളാണ്. എപ്പോൾ ആ പരമപിതാവായ ആ പരമചൈതന്യം, പരം ഈശ്വരൻ, ഈ പ്രകൃതി ഈശ്വരൻ്റെ സന്താനമാണ്. ആ സത്താണ് നമ്മുടെ ഉള്ളിൽ, ഓരോരുത്തരുടെ ഉള്ളിലുള്ള ആ സത്തിലാണ് നമ്മൾ ആത്മാവ്. ആ ദിവ്യമായ ചൈതന്യമാണ് ഈ ശരീരത്തെ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ശരീരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ചൈതന്യത്തിന് പരം ഈശ്വരനായ പരം ചൈതന്യമായ അവരോടാണ് ബന്ധം എന്ന് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ നമ്മളാരും അന്യരല്ല. ഇത്ര നല്ലൊരു സ്നേഹ നിറഞ്ഞ അല്ലെ പവിത്രമായ ഒരു
ജീവിത മൂല്യങ്ങൾ തന്ന ആ ബ്രഹ്മബാബയ്ക്ക് 100 എൻ്റെ അഭിനന്ദനങ്ങളും എൻ്റെ നന്ദിയും എൻ്റെ സ്നേഹവും അറിയിക്കുന്ന ഒരു ദിനം. എൻ്റെ കൂട്ടുകാരെ, നിങ്ങളെല്ലാം എൻ്റെ സ്വന്തം ആത്മസഹോദരീ സഹോദരങ്ങളാണ്. അവരാണ് എൻ്റെ ഹൃദയത്തിൽ വയ്ക്കുന്നതും ഞാൻ ഹൃദയത്തിൽ വയ്ക്കുന്നതും. നിങ്ങളോട് എല്ലാവരോടും ഈ 2 വാക്ക് പറയാൻ എനിക്ക് ഇന്ന് അവസരം തന്ന ദൈവത്തിനോട്, എൻ്റെ പരംപിതാവിനോട് ഞാൻ നന്ദി പറയുന്നു. ഈ സുപ്രഭാതം എപ്പോഴും പറയും, അമൃതവേള പോലെയല്ല. ഈ കൽപ്പത്തിൻ്റെ ആദ്യത്തെ ഭാഗം സത്യയുഗമാണെങ്കിൽ ഒരു ദിവസത്തിൻ്റെ ആദ്യ ഭാഗം അമൃതവേള പോലെയുള്ള ഒരു സത്യയുഗ സ്മരണയാണ് നമുക്ക് കിട്ടുന്നത്. ഈ സമയത്ത് എല്ലാവർക്കും ഈശ്വരീയ ഓർമ്മകൾ നൽകുന്നു. ഓം ശാന്തി.